ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകണമെന്ന് വെച്ചെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ്. നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, ഹെൽത്തിയാണ്. അതേമാതിരി കുട്ടികൾക്ക് പെട്ടെന്ന് വിശക്കൂല. നല്ല വിശപ്പും അടക്കണ ഒരു ഫുഡാണ്. അപ്പോൾ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചെങ്കിൽ ഇതുണ്ടല്ലേ, നല്ല ചുവന്ന മട്ട അവിൽ നല്ല കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പാല്, പിന്നെ ഞാൻ ചേർക്കാൻ പോണത് ചെറുപഴം. ഇത് മൂന്നുമാണ് ഉള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അതിപ്പോൾ എങ്ങനെ ഞാൻ റെഡിയാക്കണം എന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി ആദ്യം ഞാൻ ഈ പഴം കട്ട് ചെയ്ത് ഈ പ്ലേറ്റിലേക്ക് ഇടുകയാണ്. ചെറുതാക്കി കട്ട് ചെയ്ത്, രണ്ടാക്കി കട്ട് ചെയ്ത്, ഇപ്പോൾ വലിയ പഴമാണെങ്കിൽ 4ആക്കി കട്ട് ചെയ്തോളൂ. ചെറുതാക്കി കട്ട് ചെയ്താ ഇതേപോലെ ഞാൻ ഈ സ്നാക്സ് ഇടുകയാണ്. ഇതേപോലെ 3 ബൗളിൽ റെഡിയാക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് ഒരാൾക്ക് ഒരു പഴം എന്നുള്ള കണക്കിനാണ് എടുത്തത്. ഇതിൽ ഇനിയും നല്ല ടേസ്റ്റാണ്. നമ്മളെ റോബസ്റ്റിൻ്റെ പഴമാണെങ്കിൽ അതെന്ന് വെച്ചാൽ നല്ല മധുരം ഉണ്ടാവും. ഇതിനേക്കാളും മധുരം അതുണ്ടാവും. ഇതിനൊരു ലൈറ്റായിട്ടൊരു പുളിപ്പുണ്ട് ഈ പഴത്തിന്, ചെറുപഴത്തിന്. എന്തിനാ 4ആക്കി കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ഇത് ഒന്നും കൂടി ഈ അവിൽ ചെറുതല്ലേ, അപ്പോൾ നമുക്ക് ഇതും കുറച്ച് ചെറുതാക്കി മുറിച്ചാലേനത് അതിനോടൊപ്പം കുറച്ചൊരു യോജിച്ച് കിട്ടും നമുക്ക്. ഇപ്പോൾ അതങ്ങനെ ഇട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ. പക്ഷെ എന്താ വെച്ചെങ്കിൽ നല്ല വിശപ്പ് അടക്കും. കുട്ടികൾക്ക് നല്ലതാണ്. കുട്ടികൾക്കും നല്ല, വലിയവർക്കും ഒക്കെ നല്ലതാണ്. ഇന്നിപ്പോൾ ഉണ്ടാക്കണ ദിവസം ഇന്ന് വേറെ കുചേല ദിനം അത്രേ. അതൊന്നും അറിയാതെയാണ് ഞാനിപ്പോൾ ഈ അവിലൊക്കെ റെഡിയാക്കിയത്. അപ്പം ഇന്ന് എൻ്റെ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മയാണ് പറഞ്ഞത് എനിക്ക് കുചേല ദിനം അറിയുന്നു. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല. ശരി, വൈകുന്നേരമായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഇതൊങ്ങനെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. ഈ മട്ട അവിലിന് പകരം നിങ്ങൾ വെള്ള അവിലും എടുക്കാം കേട്ടോ. പക്ഷേ മട്ട അവിലിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല കഴുകി വാരാൻ വെച്ചതിന് ശേഷം പാലടുപ്പത്ത് വെച്ചത് തന്നെ. ഒന്ന് കഴുകിയെടുത്ത് നമുക്കൊരു സമാധാനമാണ് കഴിക്കണം. ശരി, ചിലവർ കഴുകില്ല അത്ര അവിലൊന്നും. പക്ഷെ ഞങ്ങൾ കഴുകൂട്ടും. ഞാൻ കഴുകി നല്ല വാരാൻ വെച്ചിട്ടേ ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തിയില്ല കഴിക്കാൻ. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ ഡേറ്റ്സ് ചേർക്കാം. ഡേറ്റ്സ്, പിന്നെ നമ്മളെ പൊമോഗ്രാനറ്റ്, അതെല്ലാം നമ്മൾ ചേർത്ത് നമ്മൾ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ ഒക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ ഓറഞ്ച് ഒന്നും ചേർക്കാൻ പാടില്ല. ഓറഞ്ച് ഇവിടെ എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ഇതിൽ ചേർക്കാം. ഇനി അതിലേക്ക് ഈ പാലൊഴിക്കാൻ പോകണം. നല്ല കാച്ചി വെച്ച പാല്. എത്ര പാലൊഴിച്ചാലും അതങ്ങനെ ഇത് അങ്ങനെ കുടിക്കും. എന്താ പറയുക, അവിലിന് നല്ല വെള്ളം എത്ര ഉണ്ടെങ്കിലും അങ്ങ് കുടിക്കുമല്ലോ അവിൽ, അങ്ങനെ പറയുമല്ലോ നമ്മൾ. നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മളൊരു വിശപ്പാണ് അടക്കും. ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു 5:30-6 മണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിയും. ഇതിൻ്റെ മുകളിൽ നിങ്ങളെന്തെങ്കിലും ഡേറ്റ്സ് ഇടാം, പോമോഗ്രാനറ്റ് ഉണ്ടെങ്കിൽ ഇടാം. പിന്നെ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ഇതിങ്ങനെ കുറച്ച് ഒരു 5 നിമിഷം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കോരി കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇവർക്ക് ഇഷ്ടമാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബൂസ്റ്റിൻ്റെ പാക്കറ്റോ ഹോർലിക്സിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ കൂടെ ഇങ്ങനെ വിതറി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് അങ്ങനെയൊക്കെ കഴിക്കും. പക്ഷേ നമ്മളുടെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചുകൊണ്ട് ചെയ്ത് കൊടുത്താണ്. ഇങ്ങനെ കഴിയും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.